എന്താ റപ്പായി ചേട്ടാ, വീട്ടിലൊരു കൊച്ചിന്റെ കരച്ചില് കേട്ടല്ലോ. ആ, എന്റെ മോൻ ഇന്നലെ വന്നായിരുന്നു. കരഞ്ഞത് കൊച്ചുമോളാ. അത് കാരണം രാത്രി ഒരു മോള കണ്ണടച്ചില്ല കേട്ടോ. അല്ല, അവരെത്ര ദിവസം കാണും? ഒരാഴ്ച കാണും അത്രേ. അല്ല, ചേട്ടന്റെ വീട്ടിൽ ചേട്ടന്റെ കൊച്ചുമോള് വന്നിട്ടുണ്ടല്ലേ? ആ, ഉണ്ട് ഉണ്ട്. അതിലെന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. ഏയ്, എന്ത് വിഷമം? സന്തോഷമല്ലേ? അല്ല, എന്തോ ഉണ്ട്. അവൾ ആളെങ്ങനെയാ? നിന്നെ പോലെയാ. ഓ, എന്നെ പോലെയാ? എന്നാ കുഴപ്പമില്ലായിരിക്കും. നിന്നെ പോലെ താന്തോന്നിയും ധിക്കാരിയും വഴക്കാളിയും എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ. അല്ല ടിൻഡു, ഞാൻ ചോദിക്കട്ടെ? എന്താ ചേട്ടാ? അല്ല, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ചേട്ടനെ പോലെയാ. പഠിത്തം എന്നെ പോലെയോ? മനസ്സിലായില്ല. അങ്ങനെ ഉന്തി ഉന്തി എഴഞ്ഞ് എഴഞ്ഞ് നീങ്ങുന്നു. എന്റെ പേര് മാധവൻ മാഷ്. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേർക്കും ഞാനാ മലയാളം ട്യൂഷൻ എടുക്കുന്നത്. വേണ്ടിയിരുന്നില്ല. എന്ത് ട്യൂഷനോ? അതല്ല, ഈ ദീപുവിനെ കൂടെ ഇരുത്തിയത് ഒരു വിവരം ഇല്ലെന്നേ. ആഹാ, അത് ശരി. എന്താ ദീപു, കേട്ടത് ശരിയാണോ? ഏയ്, ഇവൻ ചുമ്മാ അസൂയ കൊണ്ട് പറയുന്നതാ. ആ, പിന്നെ നിങ്ങൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നല്ല നല്ല ക്ലാസിക് ബുക്കുകളൊക്കെ വായിക്കണം. ക്ലാസിക് ബുക്കോ? അതെന്താ? എടാ, ക്ലാസിക് എന്താ പറയാ, വിശ്വവിഖ്യാതമായ ചില ബുക്കുകളില്ലേ? ഓ, മനസ്സിലായി മനസ്സിലായി. പറ ദീപു, നിന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ബുക്ക് ഏതാ? എന്നെ സ്വാധീനിച്ച ബുക്ക് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഫേസ്ബുക്കാ. ഭരണം കെട്ടവനെ. മാഷേ, ഞാൻ പറഞ്ഞില്ലേ ഇവന് വിവരമില്ലെന്ന്. അത് പിന്നെ അറിയാതെ പറഞ്ഞു പോയതാ. ആ, ശരി. ടിൻഡു പറ, നിന്നെ സ്വാധീനിച്ച ബുക്ക് ഏതാ? എന്നെ മാത്രമല്ല, ഈ ബുക്ക് എന്റെ അമ്മയെയും വളരെ സ്വാധീനിച്ച ബുക്കാ. ഓ, നിന്റെ അമ്മയും ഇതൊക്കെ വായിക്കുമല്ലേ? പിന്നെ പറ, ഏതാ നിന്നെയും നിന്റെ അമ്മയെയും സ്വാധീനിച്ച ആ ബുക്ക്? അച്ഛന്റെ ചെക്ക് ബുക്ക്. അറിഞ്ഞോ, പുതിയ മാഷ് വരുന്നുണ്ടത്രേ. ആണോ? അത് ശരി. ഏതാ സബ്ജക്ട്? ചരിത്രമാണെന്നാ കേട്ടത്. കാണാൻ നല്ല ഭംഗിയാണത്രേ. ദേ മാഷ് വരുന്നു. ഇതാണോ ചുന്ദരൻ? ഇതൊരു സോപ്പ് കുട്ടപ്പൻ, മീശയില്ല. കുട്ടികളെ, ഞാനാണ് നിങ്ങളുടെ പുതിയ ചരിത്രം മാഷ്. സന്തോഷം. പേര് ഷിബു. നല്ല പേര്, ഷിബു. എന്താ, നിനക്ക് പിടിച്ചില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളുടെയൊക്കെ ജനറൽ നോളജ് ഒന്ന് പരിശോധിക്കാൻ പോവാ. പരിശോധിച്ചോളൂ പരിശോധിച്ചോളൂ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നദിയാ മൊയ്തു? നീ ആള് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഇരുന്നാ മതി. അവൻ പണ്ടേ അങ്ങനെയാ മാഷേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഏതാ? ആ, ടിൻഡു തന്നെ പറ. ആർക്കറിയാം? അറിയില്ലല്ലേ? എന്നാൽ ഡെസ്കിൽ കയറി നിക്കടാ. ഈ ഡെസ്കിൽ കയറി നിന്നിട്ടും ആ ബിൽഡിംഗ് കാണുന്നില്ല മാഷേ. എന്താ റപ്പായി ചേട്ടാ സ്വപ്നം കണ്ടിരിക്കുന്നത്? ശശി, എനിക്കിനി ഒരൊറ്റ മോഹമേ ഉള്ളൂ. ലോകം മുഴുവൻ ചുറ്റാൻ പോണം. ചുറ്റാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എത്ര രൂപയാ പൊട്ടുമെന്ന് വല്ല ബോധ്യമുണ്ടോ? പൊട്ടട്ടോ, പിന്നെന്തിനാ പൈസ? വിദേശ പര്യടനം എനിക്കെന്നും ഒരു ഹരമാണ്. കേട്ടാ വിചാരിക്കും ലോകം മുഴുവൻ ചുറ്റടിച്ച ആളാണെന്ന്. പോയിട്ടുണ്ട്. മാലിയിൽ ഒരു തവണ. അങ്കമാലി ആയിരിക്കും. എടാ, മാലിദ്വീപ്. എന്റെ കുഞ്ഞമ്മ അവിടെയായിരുന്നു. അങ്ങനെ പോയതാ. ഏതോ തുക്കട രാജ്യമാ. ഞാൻ ഉദ്ദേശിച്ചത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാ. പോവുമല്ലോ, എല്ലായിടത്തും പോണം. എന്റെ ആഗ്രഹം കുറച്ച് വ്യത്യസ്തമാണ്. എനിക്ക് ചൈന കാണാൻ ആഗ്രഹം. ചൈനയോ? അച്ഛനെന്താ പാർട്ടി മാറിയോ? അതൊന്നുമല്ല, അവിടുത്തെ കൾച്ചറിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഓ, ജനസംഖ്യയിൽ മുൻപന്തിയിലായതുകൊണ്ടാവും. ഒന്ന് പോടാ. അവിടുത്തെ വൻമതില് കണ്ടിട്ടുണ്ടോ? എന്താ ഒരെടുപ്പ്! ലോകാത്ഭുതങ്ങളിൽ ഒന്നല്ലേ അത്? ടിൻഡു പറ, ചൈനയിലെ വൻമതിൽ എന്തുകൊണ്ടാണ് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ വന്നത്? ഇത്രയും കാലം നിലനിന്ന ഏക ചൈനീസ് ഉൽപ്പന്നം എന്ന നിലയിലായിരിക്കും. അത്ഭുതമല്ലേ?